pleased that the court agreed with the department that Microsoft abused its monopoly. നിങ്ങളിപ്പോൾ 90s ബിൽ ഗേറ്റ്സ് വിചാരിക്കുക, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. അതായത് ലോകത്ത് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവരെക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ ഈ സമയത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ലോകത്തുള്ളവരിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. ഈ സമയത്ത് തുടക്കത്തിൽ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമായിരുന്നു. Bill Gates, the boy wonder, the man America loves to admire, the man everybody wants to be. Now all your press is Bill Gates, the man everybody hates, everyone wants to gang up on. What happened? എല്ലാവരും ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു നിങ്ങൾ. പക്ഷേ ഒരു പോയിന്റിന് ശേഷം എല്ലാവരും വെറുക്കാൻ തുടങ്ങി. വെറുപ്പം പറഞ്ഞാൽ ഭയങ്കര വെറുപ്പ്, ആർക്കും ഇഷ്ടമില്ലാതായി. കാരണം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. ഇത് ശരിക്കും ക്രൈം അല്ലേ? നിങ്ങൾ ഇല്ലീഗലായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് സ്മാർട്ടായിട്ടുള്ളൊരു ബിസിനസ്മാൻ, അത് സ്മാർട്ടായിട്ട് ബിസിനസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ജനങ്ങളല്ലേ, അവരൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഒരു അത്യാഗ്രഹം പിടിച്ച ഒരു ബിസിനസ്മാൻ ഈ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷനൊക്കെ അല്ലേ, അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എല്ലാവരും നിന്നുള്ള പൈസ അതൊക്കെ വാങ്ങിയിട്ട് ഏറ്റവും ഫ്രണ്ടിലേക്ക്, ബിസിനസ്സിൽ ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നിട്ട് എല്ലാവരും പൈസ വാങ്ങി വലിയൊരു പൊസിഷൻ എത്താൻ ശ്രമിക്കുന്ന ഒരു ഭ്രാന്തനായിട്ടുള്ള ബിസിനസ്മാൻ എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ജനങ്ങൾ നോക്കുന്നുണ്ടാവുക. നിങ്ങൾ ആൾറെഡി ബില്യണറാണ്, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒന്നും ചെയ്യാത്തൊരു കാര്യത്തിന് ജനങ്ങൾ വെറുക്കാൻ തുടങ്ങി. അതായത് ആ ഒരു സമയത്ത് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ആൾക്ക് വെറുക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഗേറ്റ്സ് അതായത് മാറാൻ കഴിഞ്ഞു. പക്ഷേ ഈ ജനങ്ങൾ വെറുത്ത് കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ വെറുക്കുക മാത്രമല്ല, ഒരാൾ ജനങ്ങൾ വെറുത്ത് കഴിഞ്ഞാൽ ആൾ ഇമേജ് വലിച്ച് കീറി എത്രയും പെട്ടെന്ന് ജയിലടയ്ക്കാനേ നോക്കുന്നുണ്ടാവുള്ളൂ. അതിനായിട്ടാകെ വേണ്ടത്, അതായത് വലിയൊരു ബില്യണർ അയാളെ ഇല്ലാതാക്കാനായിട്ട് വേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളാണ്. അതായത് പൊളിറ്റീഷ്യൻസ്, ബ്യൂറോക്രാറ്റ്സ്, ഇവരിൽ ആരെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇയാളെ കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ അയാളെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് അടുത്ത ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാനാണ് അയാളെ ഇല്ലാതാക്കിയത്, ജനങ്ങളെല്ലാവരും വോട്ട് എനിക്ക് ചെയ്യണം, ഞാൻ അത്ര കഷ്ടപ്പെട്ട് അത്രയും കാണാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. ആൾ ഇല്ലാതാക്കിയത് കൊണ്ട് കുറേ നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു. ആൾ ഇല്ലാതാക്കിയുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഞാനാണ്. ഞാൻ പ്ലാൻ ചെയ്ത പ്രകാരമാണ് എല്ലാ സംഭവം നടന്നത്. അവസാനം ആൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വന്നിട്ട് വോട്ട് ചോദിക്കും. ആ സമയത്ത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ കംപ്ലീറ്റ് US ഗവൺമെൻറ്റും ഗേറ്റ്സിന് പുറകിലായിരുന്നു. Have you communicated to people within Microsoft other than Mr. Moritz that browser share was a very, very important goal? പക്ഷേ ഈ സമയത്ത് ആ ക്രൈം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റില്ല. നിങ്ങളുടെ കമ്പനിയിൽ ഏതോ ഒരാൾ ചെയ്ത ക്രൈം, പക്ഷേ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് ജനങ്ങൾ കൂടുതൽ വെറുക്കുന്നുണ്ടാവും. ആ സമയത്ത് O.J. സിംപ്സൺ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഒരു ക്രൈം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കമ്പനിയിൽ, മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ ഇയാൾ ചെയ്തൊരു ക്രൈം ആയിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തതെന്നൊക്കെ മുന്നോട്ട് വന്ന സമയത്ത് ഈ പോലീസുകാരൊക്കെ പറഞ്ഞത് ഇയാളാണ് ചെയ്തത്, എല്ലാ എവിഡൻസും ഇയാളെ എതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അറസ്റ്റ് ചെയ്തു. പക്ഷേ ആ സമയത്ത് ജനങ്ങൾ പറഞ്ഞത് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്, ശരിക്കും എല്ലാ കുറ്റത്തിനും കാരണം ഗേറ്റ്സ് ആണ്, O.J. സിംപ്സൺ അയാൾ ജസ്റ്റ് ഒരു വിക്ടിം മാത്രമാണ്, അയാൾ അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിൽ വെറുപ്പ് കുറേ ഇരട്ടിയായി. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് ഓവർ വേണം, അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ നിങ്ങൾ ജയിലിലേക്ക് പോകും. അതായത് ഗേറ്റ്സ് അദ്ദേഹം ഇത്രയും വർഷമായിട്ട് ബിൽഡ് ചെയ്ത അത്രയും കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ചേഞ്ച് ഓവർ വേണം. അങ്ങനെ ഒരു ചേഞ്ച് ഓവർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്യും, അതേസമയം തന്നെ നിങ്ങൾ ജയിലിൽ പോയി കിടക്കുകയും ചെയ്യും. പക്ഷേ എങ്ങനെ ഒരു ക്യാപിറ്റലിസ്റ്റായ ഒരു ബില്യണറിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാക്കി എങ്ങനെ മാറ്റും? ഒരേ ഒരു വേർഡ്, ചാരിറ്റി. അതായത് ജനങ്ങൾ ഈ പൈസയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ബില്യണേഴ്സിനെ വെറുക്കാൻ കാരണം അയാളുടെ അടുത്ത് കുറേ പൈസ ഉള്ളത് കൊണ്ടല്ല. അയാളുടെ അടുത്ത് കുറേ പൈസ ഉണ്ട്, പക്ഷേ ആ ഒരു പൈസയൊന്നും ഇയാൾ വേറെ ഒരു ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവർ നല്ലത് വേണ്ടി ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ബില്യണേഴ്സിനെ വെറുക്കുന്നു. ഇപ്പോൾ ഒരു ബില്യണേർ ആളൊരു വീടില്ലാത്ത കുറച്ച് പേർക്ക് വീട് വെച്ച് കൊടുത്തു. അതിനുശേഷം എന്താ സംഭവിക്കുക? അവർ വീട് വാങ്ങിയ ആൾക്കാരെങ്കിലേ അവരൊക്കെ വലിയ ഫാൻസായി മാറും. ഇതാണ് ചാരിറ്റിയുടെ പവർ. ഈ മിസ്റ്റർ ബീസ്റ്റ്, ബിൽ ഗേറ്റ്സ്, ജെഫ് ബെസോസ്, മാർക്ക് സക്കർബർഗ്, ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങളുടെ കീഴിൽ ഒരു ഫൗണ്ടേഷൻ വഴി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ജനങ്ങളെ അവരുടെ ലൈഫ് മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഓക്കെയാണ്. അത് സന്തോഷത്തോടെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു വെറുപ്പുണ്ടാവില്ല, നിങ്ങൾ വലിയ ഫാനായിട്ട് മാറുകയും ചെയ്യും. അതിനായിട്ട് നിങ്ങൾ ഇത്ര വർഷം കഷ്ടപ്പെട്ട മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു പൊസിഷൻ, ആ ഒരു CEO എന്ന പൊസിഷൻ ഒഴിഞ്ഞു. അതായത് മെലിന ഗേറ്റ്സ് എന്ന ഫൗണ്ടേഷൻ വർക്ക് ചെയ്യാനായിട്ട് അതിന് സമയം തികയില്ലെന്ന് പറഞ്ഞിട്ട് ഈ മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു CEO പൊസിഷൻ തന്നെ ഒഴിഞ്ഞു. ഇത് വലിയൊരു കാര്യമാണ്. ജനങ്ങളെ നോക്കുന്ന സമയത്ത് അത്രയും വർഷം കഷ്ടപ്പെട്ട, അല്ലെങ്കിൽ സ്വന്തം മകൻ അല്ലെങ്കിൽ മകളെപ്പോലെ നോക്കിയിരുന്ന ആ ഒരു മൈക്രോസോഫ്റ്റ് കമ്പനി നിന്ന് ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു. അത് വലിയൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുമോ? അത്രയും വലിയ പൈസയുള്ള ആൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട് അതിലൂടെ
കുറേ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ലൈഫ് മുഴുവൻ ഒരു കമ്പനിയിലായിരിക്കും സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയത്ത് അതിൽ നിന്ന് ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ ഈ സമയത്ത് ഈ ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പബ്ലിക് ഇമേജ് റിപ്പയർ ചെയ്യാൻ മാത്രമല്ല അദ്ദേഹം ഈ അടുത്ത ജയിലിൽ പോയി കിടക്കുന്നതായിരുന്നു. അതിൽ നിന്ന് പുറത്തു വരാനും ഈ ഒരു കാര്യത്തോടെ കഴിഞ്ഞു. അതായത് പ്രധാനമായിട്ടും ഈ മെലിന ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ അതിലൂടെ ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അദ്ദേഹം CEO സ്ഥാനം ഒഴിവാക്കിയിട്ട് ഈ മെലിന ഗേറ്റ്സിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ബില്യണേഴ്സുള്ള ആൾക്കാർ ഈ ചാരിറ്റി എന്നൊരു കാര്യത്തിൽ എന്നെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ചാരിറ്റി വർക്ക് നടത്തുന്ന ആൾക്കാരുടെ മെയിൻ ഉദ്ദേശം ഈ ചാരിറ്റി എന്നൊരു കാര്യമല്ല. അതായത് ആ ചാരിറ്റി വർക്കിലൂടെ ജനങ്ങൾ എങ്ങനെ ആ ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നു എന്നൊരു കാര്യത്തിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ സമയത്ത് ജനം വിചാരിക്കുക, ഭാഗ്യം, ഇയാളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറേ ചാരിറ്റി വർക്ക് ഇയാൾ ചെയ്യായിരിക്കും. ഇയാളുടെ കയ്യിൽ പൈസ ഉള്ളത് ഭാഗ്യം കൊണ്ടാണ്. പൈസ എങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇയാളിങ്ങനെ നല്ല കാര്യം ചെയ്യില്ലല്ലോ. ഭാഗ്യം, ദൈവം ഇയാളുടെ കയ്യിൽ കുറേ പൈസ കൊടുത്തു, അത് നന്നായി എന്നായിരിക്കും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, ഈ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലായി, അതായത് ഈ ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രധാന ലക്ഷ്യം ആ ഒരു ചാരിറ്റി എന്ന ഒരു സംഭവം അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ചാരിറ്റി വർക്ക് ചെയ്ത് കൊണ്ട് നമ്മൾ ഒരിക്കലും വലിയൊരു പൊസിഷനിൽ എത്താൻ പോകുന്നില്ല. പക്ഷേ ബിൽ ഗേറ്റ്സ് അങ്ങനെ ആൾറെഡി ഒരു നല്ലൊരു പൊസിഷനിലാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കുറേ ചാരിറ്റി വർക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ അദ്ദേഹം വലിയൊരു പൊസിഷനിലായിരിക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആ സമയത്ത് ചിലപ്പോൾ കുറേ ആളുകൾ മദർ തെരേസ ആ ഒരു പൊസിഷൻ വെച്ചായിരിക്കും ഇദ്ദേഹത്തെ നോക്കുന്നുണ്ടാവുക. ആ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിന് ഒരു കാര്യം മനസ്സിലായി, ഈ മൈക്രോസോഫ്റ്റ് ടെക്പരമായിട്ടുള്ള കുറേ കാലം കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ആ രീതിയൊക്കെ ശരിക്കും മാറ്റണം, ഇത് ശരിക്കും കുറേ ഇഷ്യൂസ് ഉണ്ടാക്കുമെന്ന കാര്യം ഈ ഗവൺമെൻറ് മനസ്സിലായിട്ട് അത് തിരുത്താനായിട്ട് മൈക്രോസോഫ്റ്റ് പറഞ്ഞിരുന്നു. ഇത് വലിയൊരു മിസ്റ്റേക്കാണ്, ഇത് തിരുത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു കാര്യം മീഡിയാസിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ആ ഒരു സമയത്തായിരുന്നു ഈ മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ അവർ കുറേ ഗ്രാൻസ് ഈ ആഫ്രിക്ക പോലുള്ള കൺട്രീസിൽ കൊടുക്കുന്നുള്ളതും അതുപോലെ തന്നെ കുറേ ഫൗണ്ടേഷൻ വർക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറേ പ്രോഗ്രാംസ്, കുറേ ചാരിറ്റി, കുറേ ഗ്രാൻസ് അനുവദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പ്രോഗ്രാംസിൻ്റെ കാര്യം ഡീറ്റെയിലായിട്ട് മീഡിയാസിന് മറ്റ് സോഷ്യൽ മീഡിയാസ്, ന്യൂസ് പേപ്പർ, മറ്റ് TV സംബന്ധമായ കുറേ ന്യൂസ് ചാനൽസിൽ എല്ലാം പബ്ലിഷ്ഡായിരുന്നു. അതായത് ഗവൺമെൻറ്റിന് ഇത്രയും വലിയ കാര്യം, മൈക്രോസോഫ്റ്റ് മൊത്തത്തിൽ ഫുൾ ഇഷ്യൂസാണ്, അത് തിരുത്തണം എന്ന് പറയാനുള്ള ആ ഒരു കാര്യമില്ലേ, അത് മീഡിയാസിൽ എവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ആ ഒരു സമയത്ത് ആ ഒരു കാര്യം വരുന്നതിന് മുമ്പ് തന്നെ അത്രയും ന്യൂസ് ചാനൽസിൽ, അത്രയും ന്യൂസിൽ എല്ലാത്തിലും ഈ മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ എല്ലാ ഗ്രാൻസ്, അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാംസ്, അവരുടെ വലിയ വലിയ ഗ്രാൻസ് കൊടുത്ത കാര്യങ്ങൾ ഇത് മാത്രമായിരുന്നു നടന്നിരുന്നത്. ഒരു നെഗറ്റീവ് കാര്യം പോലും ആ ഒരു സമയത്ത് എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഗേറ്റ്സ് ഇദ്ദേഹം ഏകദേശം $500 മില്യൺ മലേറിയ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം കൊടുത്തിരുന്നത് ജനങ്ങൾക്ക്. ആ ഒരു സമയത്ത് എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് വന്നാൽ കൂടി ആ ഒരു സമയത്ത് ജനങ്ങൾ നോക്കിക്കാണുക ഒരു പഴയ ഒരു പൈസയുള്ള ഭ്രാന്തനായിട്ടുള്ള ഒരാളായിരിക്കില്ല. പകരം നല്ല പൈസയുള്ള, നല്ല മനുഷ്യ ഹൃദയമുള്ള, നല്ല സ്നേഹമുള്ള ഒരാളായിട്ടായിരിക്കും. 1990 തൊട്ട് ഈ രോഗ ചികിത്സിക്കാൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആവശ്യമൊക്കെ ആയിട്ട് ഈ ബിൽ ഗേറ്റ്സ് അദ്ദേഹം ഏകദേശം $50 ബില്യൺ പൈസ കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് $125 ബില്യൺ. അതോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ $50 ബില്യൺ അത്ര വലിയ പൈസ ഒന്നുമില്ല. ഈ $50 ബില്യൺ പൈസ കൊടുത്തത് കൊണ്ട് ആൾ എന്തായാലും പാവപ്പെട്ടവനാവാൻ പോകുന്നില്ല, ആൾ കഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ അതേസമയം നിങ്ങൾ ജയിലിൽ പോയി കിടക്കുന്നില്ലേ, ആ ഒരു ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഇനി അത് കൊടുത്തില്ലെങ്കിൽ ഈ അടുത്ത് തന്നെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യും. പക്ഷേ ഇനി കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ ഒരു പബ്ലിക് ഇമേജ് ഇല്ലേ ജനങ്ങൾക്കിടയിൽ, അത് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയി, ജനങ്ങൾക്കിടയിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായി. ഗവൺമെൻറ് ഒരു കാര്യം തന്നെ മറന്നു. ആ ഒരു 90 സമയത്ത് ആ ഒരു കേസ് നടന്ന് ജയിലിലേക്ക് പോകാനിരുന്ന ആ ഒരു ഗേറ്റ്സ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഇമേജ് തന്നെ മൊത്തത്തിൽ മാറി. ആ പഴയ കാര്യങ്ങളൊക്കെ ജനങ്ങളെ മൊത്തത്തിൽ മറന്നു. അങ്ങനെ സംഭവിച്ച ഒരു കാര്യം തന്നെ ആർക്കും ഓർമ്മയില്ല. എല്ലാവരും പുതിയ ബിൽ ഗേറ്റ്സ്, അതായത് ഇങ്ങനെ ചാരിറ്റി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രാൻഡ്സ് ഒക്കെ കൊടുക്കുന്ന ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബിൽ ഗേറ്റ്സ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ എത്ര പേർക്കറിയാം ബിൽ ഗേറ്റ്സ് ഇങ്ങനെ മോശപ്പെട്ട ഒരാളായിരുന്നു എന്ന കാര്യം എത്ര പേർക്ക് അറിയാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ പുസ്തകത്തിൽ വായിച്ച ഒരു ബിൽ ഗേറ്റ്സ് വലിയ പണക്കാരൻ, ബില്യനെയർ, ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് നല്ലത് ചെയ്യുന്ന നല്ലൊരു ആൾ, അങ്ങനെ കുറേ പോസിറ്റീവായ കാര്യങ്ങളല്ലാതെ എത്ര പേർക്ക് ഇതുപോലെ ബില്യനേഴ്സ് ചെയ്ത കുറേ നെഗറ്റീവ് കാര്യങ്ങൾ എത്ര പേർക്കറിയാം? ഇവിടെ ലൈക്ക് ചെയ്യും, അപ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ബിൽ ഗേറ്റ്സ് ചെയ്തില്ലേ കുറേ ചാരിറ്റി വർക്ക്, ഗ്രാൻഡ് കൊടുക്കുക, അങ്ങനെ കുറേ കാര്യം ചെയ്തില്ലേ, അതേ കാര്യം തന്നെ കുറേ ബില്യനേഴ്സും ഫോളോ ചെയ്യാൻ തുടങ്ങി. വാറൻ ബഫറ്റ്, എലോൺ മസ്ക്, ജെഫ് ബെസോസ്, ഇവരൊക്കെ അവർ ആ ഒരു വർഷം കിട്ടുന്ന നെറ്റ് വർത്തില്ലേ അതിൽ നിന്ന് ഇത്രയും പൈസ ഈ ഇതുപോലത്തെ ചാരിറ്റി വർക്കിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതായത്
അവർക്ക് എന്ത് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. അതിന് പകരമായിട്ട് ഒരു പെർസെൻറ്റേജ് പൈസ ഇങ്ങനെയുള്ള ചാറ്റ് വർക്കൊക്കെ കൊടുക്കും. അതുവഴി ഇവർ ചെയ്ത തെറ്റുകളൊക്കെ അല്ലേ, കുറേ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുവഴി അതൊക്കെ ഓക്കെ ആക്കാൻ ഇവരെ കൊണ്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജെഫ് ബെസോസ്, ആമസോണിൻ്റെ ഫൗണ്ടർ ഉണ്ടല്ലോ, അദ്ദേഹം അതിൻ്റെ കമ്പനിയിൽ കുറേ ക്രൂരമായിട്ട് അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പീഡിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യമൊന്നും പുറത്തു വരാറില്ല. ഇയാൾ നല്ല മനുഷ്യനാണ്, കുറേ ഗ്രാൻഡ്സ്, കുറേ കാര്യങ്ങൾ ചെയ്യുന്ന, കുറേ മനുഷ്യർക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അത്ര ക്രൂരനായിട്ടുള്ള ജെഫ് ബെസോസ് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാൻ പറ്റും. അത് മറയ്ക്കാൻ കാരണം ഇതുപോലുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ അമേരിക്കയിലുള്ള എല്ലാ ബില്യണേഴ്സിലെ അവരുടെ ലൈഫിൽ ഒരു പോയിന്റിൽ ഇങ്ങനെ എന്തെങ്കിലും ചാറ്റ് വർക്ക് ചെയ്തിട്ട് അവരുടെ ഇമേജ് റിപ്പയർ ചെയ്യാൻ അത് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ എത്ര തന്നെ ശ്രമിച്ചിട്ടും കൂടി ബിൽ ഗേറ്റ്സിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ റീച്ച് ഇത് ചെയ്ത് ആർക്കും കിട്ടിയിരുന്നില്ല. അവർ എത്ര തന്നെ ചാറ്റ് ചെയ്താലും ബിൽ ഗേറ്റ്സ് ആ ഒരു ലെവലുള്ള ആ ഒരു പബ്ലിസിറ്റിയും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇമേജും ബാക്കിയുള്ള ആർക്കും കിട്ടിയിരുന്നില്ല. ശരിക്കും അതിൻ്റെ സീക്രട്ട് എന്താണ്? ശരിക്കും ബിൽ ഗേറ്റ്സ് മാത്രം എങ്ങനെ അതുപോലെ ഇത്രയും പബ്ലിസിറ്റി കിട്ടി? പക്ഷേ ജസ്റ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാൻഡ്സ് കൊടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയാൻ പോകുന്നില്ല, അത് പുറത്തു വരാനേ പോകുന്നില്ല. ശരിക്കും അങ്ങനെ ചെയ്യും. നമ്മൾ ചാറ്റ് ചെയ്യേ വേണം. അതേസമയം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ജനങ്ങൾ അറിയാൻ വേണം. അത് എങ്ങനെ ചെയ്യും? ബാക്കിയുള്ള ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ പുറത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബിൽ ഗേറ്റ്സ് അദ്ദേഹം ചെയ്ത ചെറിയ കാര്യമാണെങ്കിൽ കൂടി എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു. അതിന് സ്ട്രാറ്റജി ആയിരുന്നു ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി, അതായത് ഒരു ചാരിറ്റി സ്ട്രാറ്റജി. നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യമാണെങ്കിൽ കൂടി മീഡിയാസ് വഴി അറിഞ്ഞിരിക്കണം. ഇതിപ്പോൾ ചെറിയൊരു ഫണ്ടായാലും ശരി, വലിയൊരു ഫണ്ടായാലും ശരി, എന്ത് ചെയ്താലും അത് മീഡിയാസ് വഴി ജനങ്ങളെ എത്തിയിരിക്കണം. ഇങ്ങനെ ചാറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ടി വിസിലായാലും മീഡിയാസിലായാലും സോഷ്യൽ മീഡിയാസിലൊക്കെ ആയാലും അവർ വ്യൂസ് വളരെ കുറവായിരിക്കും. അത് ജനം അങ്ങനെ ഇഷ്ടപ്പെടാറുന്നില്ല. നമ്മൾ മറ്റേ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് വേണ്ടി നോക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്രയൊന്നും റീച്ച് ചാറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കിട്ടാറില്ല. എന്നാലും കൂടി റീച്ച് കിട്ടണം. കാരണം ഈ ചാറ്റ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇമേജ് ജനങ്ങൾക്കിടയിൽ നല്ലൊരു ഇമേജ് ആവുള്ളൂ. വെറുതെ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെറിയ കാര്യം ചെയ്താൽ കൂടി അത് ജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നൊരു കാര്യമായിരുന്നു ഇദ്ദേഹം ഫോളോ ചെയ്തത്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർക്ക് പ്രോപ്പറുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പറുള്ള സ്ട്രാറ്റജി തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും സംസാരിക്കണം. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ കൂടി എല്ലാ മീഡിയാസിലും എല്ലാ ചാനൽസിലും എല്ലാവരും ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കണം. പക്ഷേ അങ്ങനെ സംസാരിക്കണമെങ്കിൽ എന്താണ് വഴി? ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതായത് ചെയ്ത കാര്യങ്ങൾ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ സ്ഥലത്ത് പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് കൊടുത്തു എന്ന കാര്യങ്ങൾ മീഡിയാസ് എല്ലാ ചാനൽസിലും റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ അങ്ങനെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാൻ എന്താണ് വഴി? ആലോചിച്ച് ഒരു വഴിയില്ല. ഒരേ ഒരു വഴിയുണ്ട്. അതായത് ഗ്രാൻഡ്സ് മീഡിയാസിനും കൊടുക്കുക. ഗാർഡിയൻ, BBC അതുപോലെ എല്ലാ മീഡിയാസിനും ഒരു പോയിന്റ് ഗ്രാൻഡ്, അതായത് ഇങ്ങനെ മെൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അവർക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന സമയത്ത് അതിനൊരു പോയിന്റ് മീഡിയാസിനും കൊടുത്തിരുന്നു. അവർ എല്ലാ മീഡിയാസും പ്രോപ്പറായിട്ട് എല്ലാ കാര്യവും കവർ ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ കവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രോപ്പറായിട്ട് ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ അവർ കഴിഞ്ഞു. ആ നല്ലൊരു ഇമേജ് ബിൽ ഗേറ്റ്സിൻ്റെ ആ ഒരു നല്ലൊരു ഇമേജ് ജനങ്ങൾക്കിടയിൽ വളരാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സംഭവമല്ലേ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ പോസിറ്റീവുള്ള കാര്യം മാത്രം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവും എല്ലാം പോസിറ്റീവാണ്, ചില പൈസ ചെയ്യുന്നുണ്ടാവും എന്നൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവും. അതിനായിട്ട് എന്താ ചെയ്യുക? അതിന് ചെയ്യേണ്ടത് നെഗറ്റീവും കൂടെ പറയണം. അതായത് പോസിറ്റീവായിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് സൈഡും ഉണ്ടാവുമല്ലോ, അതും കൂടെ പറയണം. പക്ഷെ പറയുന്നതിന് മുമ്പ് ബിൽ ഗേറ്റ്സ് അദ്ദേഹം ഉണ്ടല്ലോ, അതിനടുത്ത് വന്നിട്ട് ഇത് പറയാവോ, ഇത് പബ്ലിഷ് ചെയ്യാവോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിയിട്ട് അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ മാത്രമേ പബ്ലിഷ് ചെയ്യാവൂ. കാരണം എൻഡ് ഓഫ് ദി ഡേ ഈ മീഡിയാസൊക്കെ പോയിട്ട് പൈസ വാങ്ങേണ്ടത് ഗേറ്റ്സിൻ്റെ കയ്യിലാണല്ലോ, അത് പൈസ കൊടുക്കേണ്ടത്. ഇവർ ജീവിച്ച് പോകണമെങ്കിൽ അവർ പൈസ കിട്ടണം. അതുകൊണ്ട് തന്നെ ഗേറ്റ്സ് എന്ത് പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ എല്ലാ മീഡിയാസും വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതിലൂടെ നല്ലൊരു ഇമേജ് ജനങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അതുമാത്രമല്ല വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നിങ്ങൾ തീരുമാനിക്കാം. ഇപ്പോൾ ഒരു പൈസ ഒരു കാര്യം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു കാര്യം സ്പെൻഡ് ചെയ്തു പറഞ്ഞ് മീഡിയാസ് തീരുമാനിക്കാം. ചിലപ്പോൾ അങ്ങനെ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ മീഡിയാസ് പറയുന്നതാണ് ജനം വിശ്വസിക്കുക. ആ സമയത്ത് ഇങ്ങനെ പൈസ കുറച്ച് ഫണ്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് അല്ലെങ്കിൽ $100 മില്യൺ ഇങ്ങനെ ഒരു കാര്യം സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാം. അതും തീരുമാനിക്കാം. ഗേറ്റ്സ് അതേ തീരുമാനിക്കാം ഏത് ഫീൽഡിൽ എത്ര പൈസ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ 50 ആണെങ്കിൽ 100, 100 ആണ് 150, അങ്ങനെ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഗേറ്റ്സിൻ്റെ. അത് അത്രയും മീഡിയാസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. കോവിഡ് വന്ന സമയത്ത് ഇതുപോലെ ബില്ലിയേഴ്സിന് അവർ TV വരാനുള്ള സമയം കിട്ടിയിരുന്നില്ല. കാരണം എല്ലാവരും ജനങ്ങൾ ഈ ലോകം എപ്പോൾ ഓപ്പൺ ആവും, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, എപ്പോഴും ഇതൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് ബിൽ ഗേറ്റ്സ് ആയാലും വലിയ ബില്ലിയേഴ്സ് ആയാലും അവരുടെ മുഖം കാണാനുള്ള സമയമൊന്നും ഒരാൾക്ക് ഉണ്ടായിരുന്നില്ല.
പക്ഷേ ബിൽ ഗേറ്റ്സ് അദ്ദേഹം ഒന്ന് ചിന്തിച്ച സമയത്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് അദ്ദേഹം കണ്ടിരുന്നു. ഗേറ്റ്സ് അദ്ദേഹം ആ സമയത്ത് ചെയ്ത ഒരു കാര്യമായിരുന്നു എല്ലാവർക്കും വാക്സിൻ എത്തിക്കുക എന്നത്. അതായത് വാക്സിൻ ഇല്ലാതെ ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ വാക്സിൻ എല്ലാവർക്കും വേണം, എല്ലാവരും വാക്സിൻ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യം ബിൽ ഗേറ്റ്സിൻ്റെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ടി വിസ് മീഡിയസിൽ സംസാരിച്ചിരുന്നു, ഇങ്ങനെ വാക്സിൻ്റെ ഇമ്പോർട്ടൻസ് കുറിച്ചും വാക്സിൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ആ സമയത്ത് കുറേ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറേ കൺട്രീസിൽ താൻ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് നോക്കിയാൽ ഈ കുറേ ഫാർമ കമ്പനീസ് ഉണ്ടല്ലോ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ട് ഗേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു മോണോപ്പൊളി ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഇതൊക്കെ ചെയ്തിരുന്നത്. അതേസമയം ഈ കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന ഫാർമ കമ്പനീസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഷെയർസിൽ ഈ മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ടാക്സ് ഫോമിൽ ഇങ്ങനെ ഇതുപോലുള്ള ഫാർമ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രൂഫ് കുറേ വർഷമായിട്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല കവർ ചെയ്തത്, കുറേ കാര്യങ്ങൾ ഇതിലൂടെ കവറപ്പ് ചെയ്യാനും ഇതിന് പറ്റിയിരുന്നു. ബില്യനായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മാത്രമല്ല ഇതുപോലെ കുറേ ബിസിനസ് പരമായുള്ള കാര്യങ്ങളും ഇതിലൂടെ നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. കയ്യിൽ നല്ലൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ വേറെ കുറേ ബെനിഫിറ്റ്സ് കൂടെ ഉണ്ട്. അതായത് ലീഗലി നിങ്ങൾ നെറ്റ്വർത്ത് ഉണ്ടല്ലോ ആ ഒരു മൊത്തം അമൗണ്ടിൽ 5% പൈസ നിങ്ങൾക്ക് ലീഗലി ഇങ്ങനെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ടാക്സ് ഇല്ലാത്ത പൈസ, അതിന് വരുന്ന റിട്ടേൺസ് നിങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ എടുക്കാം, ടാക്സ് പിടിക്കില്ല. നെറ്റ്വർത്ത് എത്ര ഉണ്ടെങ്കിലും അത് 5% നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പൈസയല്ല, നിങ്ങൾക്ക് കീഴിലുള്ള ഫൗണ്ടേഷൻ പൈസയാണ്. അതിൽ നിന്ന് നിങ്ങൾ വർഷത്തേക്കുള്ള 5% പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വരുന്ന റിട്ടേൺസ് മുഴുവനും ടാക്സ് ഇല്ലാതെ നിങ്ങൾക്കാണ്. കാരണം അത് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പൈസയാണ്, നിങ്ങളുടെ പൈസയല്ല. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇതുപോലുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഉണ്ടല്ലോ അത് സൂപ്പർ കാർസ് അല്ലെങ്കിൽ ജെറ്റ് ഇതൊന്നും ഒരിക്കലും വാങ്ങാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ആ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി മാത്രമാണെങ്കിൽ എന്തുവേണമെങ്കിൽ മേടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളിങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ഒരു ഉപയോഗം ഇല്ലെങ്കിൽ ഈ ഒരു പൈസ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? കുറേ ആലോചിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ആ ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരേ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റും. ആ ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതിന് കീഴിൽ എല്ലാവർക്കും ജോലി കൊടുക്കാം, വലിയ വലിയ സാലറിയും ഇതിലൂടെ കൊടുക്കാം. അതായത് നിങ്ങളുടെ ഫാമിലിയിലുള്ള മുഴുവൻ പേരെയും നിങ്ങൾക്ക് കെയർ ചെയ്യാം ഈ ഒരു ഫൗണ്ടേഷൻ വഴി. ഇപ്പോൾ അവിടെ വന്നിട്ട് അവർ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അവിടെ ജോലി ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് അതിന് ശമ്പളം നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം നോക്കിയാൽ ചൈന, റഷ്യ അതുപോലെ സ്ഥലങ്ങളൊക്കെ അല്ലേ, അവിടെ ഒന്നും ഇതുപോലെ ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാളെ കാണാൻ കഴിയില്ല. അമേരിക്കയിലെ കാണുന്ന പോലെ അങ്ങനെ വലിയ രീതിയിൽ കാണാൻ പറ്റില്ല, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്ക, റഷ്യയൊക്കെ അല്ലേ ഇങ്ങനെ ചാരിറ്റി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ശരിക്കും അവർ കുറേ നാൾ ജീവിച്ചിരിക്കില്ല. പ്രത്യേകിച്ച് അവിടെയുള്ള ബില്യണേഴ്സൊക്കെ അല്ലേ അവരെപ്പോഴും പുറത്തുനിന്ന് വരാതെ അധികമൊന്നും പബ്ലിക്കിലൊന്നും ഇടപെടാതെ കുറേ ഒതുങ്ങിയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. കാരണം ഇവരിങ്ങനെ പൊതുവായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ചാരിറ്റി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിൽ തന്നെ ഇവർ വാനിഷായി പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇവർ കൊല്ലപ്പെടും. കുറേ ഇങ്ങനത്തെ ഡെത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, കുറേ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ കുറേ മിസ്സിങ് ആയിട്ടുണ്ടാവും, അതിൻ്റെ കാരണമൊന്നും അറിയില്ല. അതിന് പിന്നിൽ ഇങ്ങനൊരു കാരണം ഉള്ളതായിട്ട് പണ്ടൊക്കെ കുറേ ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചൈനയിലായാലും റഷ്യയിലൊക്കെ ആയാലും അവരങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇവരൊക്കെ ചെയ്യുന്ന പോലെ കുറേ കാര്യം ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ കാണാൻ പറ്റും, നിങ്ങളിങ്ങനെ ചാരിറ്റി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നല്ലൊരു ഇമേജ് ഉണ്ടെങ്കിൽ, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇദ്ദേഹം തന്നെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇമേജ് ഒന്നും ഇല്ലെങ്കിൽ, തുടക്കത്തിൽ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു സൈഡ് ചെയ്തിട്ട് പോയിട്ട് അങ്ങനെ ജനങ്ങൾ അറിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പോയിന്റ് വെച്ച് ഇദ്ദേഹവും ചിലപ്പോൾ വാനിഷായി പോയേനെ. പക്ഷേ അദ്ദേഹത്തിന് ഇമേജ് വളരെ വലുതായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടം വരെ എത്താൻ കഴിഞ്ഞു.